MBBS എബ്രോഡ് ഒരു ക്വാളിറ്റി ഇല്ല എന്നുള്ള രീതിയിലേക്ക് ചില ആളുകൾ സംസാരിക്കാറുണ്ട്. പലപ്പോഴും ഈ ആളുകൾ ഇതിനെക്കുറിച്ച് ഒരു വിലയിരുത്താത്ത രീതിയിലാണ് സംസാരിക്കാറ്. കാരണം MBBS എബ്രോഡ് നിങ്ങൾ ക്വാളിറ്റി ഇല്ലാത്ത കോളേജുകളിനകത്ത് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വാളിറ്റി ഉണ്ടാവില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. വിദേശത്തെ എല്ലാ യൂണിവേഴ്സിറ്റികളും ഭയങ്കര ക്വാളിറ്റി ഉള്ള യൂണിവേഴ്സിറ്റികളാണെന്നുള്ള ധാരണ എനിക്കില്ല. നിങ്ങൾ വിദേശത്തേക്ക് MBBS പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ പഠിക്കാൻ തിരഞ്ഞെടുക്കുന്ന യൂണിവേഴ്സിറ്റി എത്രമാത്രം ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ആ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. MBBS എബ്രോഡിൻ്റെ ക്വാളിറ്റി എന്നത് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പോകുന്ന കോളേജിൻ്റെ പ്രൊഫസേഴ്സിൻ്റെ ക്വാളിറ്റി, ഏത് തരത്തിലുള്ള പ്രൊഫസേഴ്സാണ് നിങ്ങളുടെ കോളേജിനകത്ത് ക്ലാസ് എടുക്കുന്നത് എന്നുള്ളതും, പ്രൊഫസേഴ്സിൻ്റെ ഇംഗ്ലീഷിലുള്ള ജ്ഞാനം എത്രമാത്രം ഉണ്ട് എന്നുള്ളതും, അത് കുട്ടികൾക്ക് ഈസിയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതും ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അതുമാത്രമല്ല MBBSൻ്റെ ഇവരുടെ ഹോസ്പിറ്റൽ, ക്ലിനിക്സ്, ഹോസ്പിറ്റലിലെ പേഷ്യൻസ് എത്രമാത്രം പേഷ്യൻസ് ഉണ്ട്, ഒരു ദിവസം ഇവർക്ക് എത്രമാത്രം പേഷ്യൻസിനായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതും, അതുപോലെ തന്നെ ഇവരുടെ ഹോസ്പിറ്റൽ ഏത് തരത്തിലുള്ള ഹോസ്പിറ്റലാണ്, പുതിയ സാങ്കേതിക വിദ്യയുമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന ഹോസ്പിറ്റലാണോ എന്നുള്ളതും, അതുപോലെ ഇവരുടെ കടാവർ ഉൾപ്പെടെ, അതായത് ഇവരുടെ ക്ലിനിക്സ് ഏത് തരത്തിലുള്ള ക്ലിനിക്കാണ് എന്നുള്ളതൊക്കെ നമ്മൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ അവിടുത്തെ പഠിക്കുന്ന കുട്ടികളോടോ അല്ലെങ്കിൽ നല്ല ഏജൻസികളോടോ സംസാരിച്ച് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ വസ്തുത മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. അൽ ഹിന്ദ് നിങ്ങൾക്ക് തരുന്ന ഉറപ്പ്, ഞങ്ങൾ അൽ ഹിന്ദ് സ്റ്റഡി എബ്രോഡ് നമ്മുടെ ടീം ഓൾറെഡി ഈ പറയുന്ന യൂണിവേഴ്സിറ്റിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കിയിട്ട് അത് കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നത്. റഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 5 യൂണിവേഴ്സിറ്റിനകത്തെ മെഡിക്കൽ റിസർച്ചിങ് രംഗത്ത് നിൽക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയായ മോർഡോവിയ നാഷണൽ മെഡിക്കൽ റിസർച്ച് യൂണിവേഴ്സിറ്റി, ഈ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ പോവുകയും ഇവിടുത്തെ കുട്ടികളായിട്ട് സംസാരിക്കുകയും അതിൻ്റെ ക്വാളിറ്റി എത്രമാത്രം ക്വാളിറ്റി ഉണ്ടെന്നുള്ളതും, ക്ലിനിക്സിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളതും, എത്രമാത്രം ക്ലിനിക്സ് കുട്ടികൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതും, അതുപോലെ ഒരു ദിവസം എത്ര പേഷ്യൻസിനായിട്ട് കുട്ടികൾക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നുള്ളതും നേരിട്ട് നമ്മൾ പോയി ഉറപ്പ് വരുത്തിയിരിക്കുന്ന കാര്യമാണ്. നമ്മുടെ കുട്ടികളായിട്ട് സംസാരിക്കുകയും പ്രൊഫസേഴ്സായിട്ട് സംസാരിക്കുകയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അത്രയും നമുക്ക് ക്ലാരിറ്റി വന്നതിൻ്റെ പേരിലാണ് കഴിഞ്ഞ വർഷങ്ങളോളമായിട്ട് ഞങ്ങൾ ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് കുട്ടികളെ അഡ്മിഷൻ ചെയ്യുന്നത്. ഈ യൂണിവേഴ്സിറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 സ്റ്റുഡൻസിന് ഒരു ടീച്ചർ എന്ന റേഷ്യോയിലാണ് കുട്ടികൾക്ക് വളരെ ഡീപ്പായിട്ട് കുട്ടികൾക്ക് പ്രാക്ടിക്കൽ കിട്ടുന്നത്. ഒപ്തോമോളജി ആയിക്കോട്ടെ, ഒപ്തോമോളജിനകത്ത് നമുക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ കണ്ടിരിക്കുന്ന കാഴ്ച വെച്ചാലും ഒരു ടീച്ചർ ഉണ്ടായിരിക്കും. അതേപോലെ 10 സ്റ്റുഡൻസ് വെച്ചിട്ട് കുട്ടികളെ ഒരു ഗ്രൂപ്പായിട്ട് നിർത്തിയിട്ട് പേഷ്യൻസ് ഒരു ദിവസം ഏകദേശം 30ഓളം പേഷ്യൻസ് ആ ഹോസ്പിറ്റലിനകത്തുണ്ട്. അത് ഒപ്തോമോളജി, മോർഡോവിയുടെ ഒപ്തോമോളജിയുടെ ഹോസ്പിറ്റലിനകത്ത് ഏകദേശം കാലത്ത് തന്നെ 10-10:30 സമയം ആകുമ്പോഴേക്കും തന്നെ ഏകദേശമുള്ള 30ഓളം പേഷ്യൻസ് ഉണ്ടായിരിക്കും. നമ്മുടെ കുട്ടികൾ ടീച്ചേഴ്സും കൂടിയിട്ടാണ് ഈ പേഷ്യൻസിനെ ചെക്ക് ചെയ്യുന്നതും അതേപോലെ അവരുടെ ഡയഗ്നോസിസ് ചെയ്യുന്നതും അവർക്കുള്ള മെഡിസിൻസ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും കുട്ടികളും ടീച്ചേഴ്സും കൂടി ഒരുമിച്ചിട്ടാണ്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാനൊക്കെ ടീച്ചേഴ്സിന് പറ്റുന്നുണ്ട്. കുട്ടികൾക്ക് എപ്പോഴും പേഷ്യൻസിനായിട്ട് നല്ലൊരു ഇൻട്രാക്ട് സെക്ഷൻ കിട്ടുന്നുണ്ട് കുട്ടികൾക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള കോളേജുകൾ വളരെ ചുരുക്കമാണ്. അതേപോലെ തന്നെ അനാട്ടമി ക്ലാസ് പോലെയുള്ള ക്ലാസ്സുകളിലൊക്കെ നമ്മൾ വിഷ്വൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ വീഡിയോയുടെ ബാക്കിലായിട്ട് നമുക്ക് അവിടുത്തെ കുട്ടികളോട് നമ്മൾ ചോദിച്ചിട്ട് എങ്ങനെയുണ്ട് അവർ ക്ലിനിക്സ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ വിഷ്വൽസ് നമുക്ക് ഇതിൻ്റെ കൂടെ വെക്കാം. എങ്ങനെയുണ്ടായത് ക്ലാസ്? മനസ്സിലായില്ല എന്ന് എനിക്കത് മനസ്സിലാവുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല. പിന്നെ വളരെ ഡീപ്പായി ഇങ്ങനെ തന്നെ ഓരോ ക്ലാസ്സുകൾ തന്നെ നടക്കുക അല്ലേ? ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും എങ്ങനെയാണ് ഇവിടുത്തെ പ്രാക്ടിക്കൽ എന്ന് അറിയാൻ വേണ്ടി. കാരണം ഞാൻ പഠിച്ചാൽ ഇപ്പോൾ ഒരുപാട് ആളുകൾ പറയും എബ്രോഡ് പഠിക്കുന്ന സമയത്തേക്ക് നിങ്ങൾക്ക് പ്രാക്ടിക്കലി കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇത് നേരിട്ടിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ട് ഇതിനകത്ത് സത്യമാണോ അല്ലേ എന്ന് നോക്കിയിട്ട് ജനങ്ങൾക്ക് ഡയറക്റ്റ് എത്തിക്കുക. ഓക്കെ, അത്രയും സത്യസന്ധമായിട്ട് നിങ്ങളൊരു റിവ്യൂ എങ്ങനെ ഈ ക്ലാസ്, ഈ ക്ലിനിക്സ് മീൻസ് ഇപ്പോൾ നടന്നിരിക്കുന്ന ക്ലാസ്സിൻ്റെ പറ്റിയിട്ട്
ഈ പൊതുവെ ഈ പുറത്ത് പഠിക്കുന്നവരോട് ഒരു പ്രത്യേക ഇതാണ്. കാരണം പുറത്ത് തിയറി മാത്രമേ ഉള്ളൂ, പ്രാക്ടിക്കൽസ് ഇല്ല എന്നൊരു ചിന്താഗതിയുണ്ട്. പക്ഷെ വളരെ വലിയൊരു മിസ്റ്റേക്കാണ്. കാരണം എനിക്ക് ഇവിടെ വന്നപ്പോൾ അത് മനസ്സിലായി. ഞാൻ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് അനാട്ടമി ആയിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ കയറി നോക്കി. ഈ ശരിക്കും ഈ ക്ലാസ് നമ്മുടെ ഇപ്പോൾ ഞാൻ അസീസി മെഡിക്കൽ കോളേജ് കേരളത്തിനകത്ത് അതിൽ കിട്ടുന്നതിനെക്കാട്ടും പെർഫെക്റ്റ് ആയിട്ടുള്ള ക്ലാസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. സത്യം ഞാൻ ഒരുപാട് ഇപ്പോൾ പോകുന്നതാണ്. എൻ്റെ അനിയനും ഡോക്ടറാണ്, കണ്ണൂർ മെഡിക്കൽ കോളേജ് ഡോക്ടറാണ്. നമ്മൾ ഈ അനുഭവിക്കുമ്പോഴാണ് ഇത് സത്യം അറിയുള്ളൂ എന്നുള്ളൊരു കാര്യം. അതുപോലെ ആദ്യം ഒരു തിയറി ക്ലാസ് ഉണ്ടാവും എല്ലാ ടോപ്പിക്കിനെയും പറ്റിയിട്ട്, അതിനുശേഷം എല്ലാത്തിൻ്റെ ഒരു പ്രാക്ടിക്കൽ ക്ലാസ് ഏത് സബ്ജക്റ്റ് ആണെങ്കിലും. ഇപ്പോൾ അനാട്ടമി മുതൽ അവസാനത്തെ സർജറി വരെ ഇങ്ങനെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. എല്ലാം കറക്റ്റ് ഇംഗ്ലീഷിൽ പക്ക മനസ്സിലാവുന്ന രീതിയിൽ എത്ര വേണമെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ട് എടുക്കുന്ന. എത്ര എക്സ്പ്ലെയിൻ ചെയ്ത ടീച്ചേഴ്സ് റെഡിയാണ്. നമ്മൾ പഠിക്കാൻ തയ്യാറാണ്. പിന്നെ റഷ്യൻസ് ക്ലാസ് എടുക്കുമ്പോൾ മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് പിന്നെ നമ്മൾ പറഞ്ഞ കാട്ടി അടിപൊളിയായിട്ട് എനിക്ക് മനസ്സിലായി. ഇവിടുത്തെ ടീച്ചേഴ്സൊക്കെ നല്ല ഇംഗ്ലീഷ് നല്ല ജ്ഞാനമുള്ള ടീച്ചേഴ്സാണ്. അവരൊക്കെ നല്ല കിടിലം പോലെ ഇംഗ്ലീഷ് നമ്മളെക്കാളും നമ്മളെക്കാട്ടും അടിപൊളി സംസാരിക്കുന്നുണ്ട്.